എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് മലയാളം 7ല് ഇതുപോലൊരു അളിഞ്ഞ കണ്ടസ്റ്റൻസിനെ ഞാൻ ലോകത്ത് കണ്ടില്ല. ഏതൊരു ടാസ്ക് കൊടുത്താലും അതെല്ലാം കുളവാക്കി കയ്യിൽ തരും. ഇന്ന് തന്നെ നോക്കണ ബോട്ടിൽ ടാസ്ക് കൊടുത്ത് എന്തോ അവർ കാണിച്ചു കൂട്ടിയത്. ഓക്കെ, അവർ ആർഗ്യൂ ചെയ്യാൻ ആർഗ്യൂ ചെയ്തോ പ്രശ്നമില്ല, കുഴപ്പമില്ല. ആർഗ്യൂ ഇഷ്ടം പോലെ ചെയ്തു, ആർഗ്യൂ ചെയ്തോ വഴക്കിട്ടാക്കി പ്രശ്നമില്ല. പക്ഷെ ആ പ്രോപ്പർട്ടി അത് കൊടുത്തിരുന്ന ബോട്ടിൽ ചളുക്കുക, അനുവാദക ഇരിക്കുക, അതുമല്ല മറ്റേ ക്വാളിറ്റി ചെക്കരൊക്കെ ഇരുന്നിട്ട് ചീത്ത വിളിക്കുക. അവരുടെ ജോലി അവർ ചെയ്യാൻ സമ്മതിക്കണ്ടേ? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ടിലെടുക്കുക, ജ്യൂസ് അവർക്ക് മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ, ജ്യൂസ് കളഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി ചെക്കർക്ക് മാത്രം. പക്ഷെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ജ്യൂസ് എടുത്തിട്ട് കളയുക, കുടിക്കുക, അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുക, കൊതി മിരണം പിടിച്ച കുറേ എണ്ണം. ഇവരെയൊക്കെ ആര് സത്യം പറയാം ബിഗ് ബോസ് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഇല്ലായിരുന്നു ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറേ ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറേ ആൾക്കാരെ എടുത്തു വെച്ചേക്കുന്നത് എന്തിനാ അറിയാൻ വേണ്ടി ചോദിക്കുക. ഒരു ടാസ്ക് കൊടുത്താൽ അത് ക്ലിയർ ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ മര്യാദയ്ക്ക് ഇന്ന് കളിക്ക്, ബഹളം വെച്ചിട്ട് കുഴപ്പമില്ല, അല്ല മര്യാദയ്ക്ക് ഇത് ബോട്ടിൽ കളയിൽ ഇത് കളി അന്നേരം എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ഒരു എന്തെല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മുടെ അലക്ക് ടാസ്ക് ഒക്കെ ഇല്ല. ഇനി അലക്ക് ടാസ്ക് എല്ലാം വരും. എൻ്റെ പൊന്നി, ഇവരെന്ത് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കൊന്നും അറിയത്തില്ല. സെയിം തന്നെ ടാസ്ക് അല്ല ഇതും. നേരെ ചവ ചെയ്തിരുന്നെങ്കിൽ നല്ലോണം ബോട്ടിൽ നിറച്ച് വിറ്റെടുത്ത് അവർ അടങ്ങിയിരിക്കും, ബാക്കിയുള്ളവർ മിണ്ടായിരിക്കും. അവർ ചെന്നിട്ട് വിറ്റ് സമാധാനത്തിൽ ക്വാളിറ്റി കൊള്ളത്തില്ല റിജക്റ്റ് ചെയ്യുമ്പോൾ എന്നോ രണ്ടോ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് കോയിന് കിട്ടും, പണിപ്പുരേ പോവാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന അത് ബിഗ് ബോസ് അതിനെക്കാട്ടി അപ്പുറം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താലേ ഇവന്മാർ കേൾക്കൂല, അത് വേറെ കാര്യം. എല്ലാം കണക്കിന് ഈ ആദിലെ നൂറയൊക്കെ എന്താ അവിടെ നിന്ന് കാണിച്ചത്? അവരോടുള്ള സ്നേഹം ഫുള്ളും കളഞ്ഞ് കുളിക്കുക. ആദിലെ നൂറ് അനീഷിനെ മണ്ടാന്ന് വിളിക്കുക, എന്ത് യോഗ്യതയാണ് വിളിക്കുക? അവൻ്റെ കൂട്ട് ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ആദില മിക്കവാറും ഈ പ്രാവശ്യം പുറത്ത് പോകുന്ന എനിക്ക് തോന്നുന്നത് കേട്ടോ. ആദിലയുടെ ഫാൻസ് ഒക്കെ കേട്ടോ പുറത്ത് പോയി പ്രാവശ്യം. അത്രയ്ക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് വർത്താനത്തിൽ. എന്തായാലും അനുമോൾ നല്ലോണം ചെയ്തിട്ടുണ്ട്. എനിക്ക് അനുമോളെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ജിതിനും കുഴപ്പമില്ല, ജിഷിനും കുഴപ്പമില്ല, ഒരു മനസ്സലിവൊക്കെ ഉണ്ട്. പക്ഷെ അനുമോൾ നല്ല ഇങ്ങനെ വേണം ചെക്ക് ചെയ്യാൻ. ഞാനൊരു റിസീവറാണ്, എനിക്കപ്പോൾ ചെക്കിങ്ങിൻ്റെ കാര്യമൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വേണം ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനെ അളിഞ്ഞ കുറേ കണ്ടസ്റ്റൻസിനെ എടുക്കാതെ ഞങ്ങളെപ്പോലെ നല്ല നല്ല ആൾക്കാരെ എടുത്തായിരുന്നു ഇത്രയും പ്രശ്നം വരുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു പറയാൻ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.